നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. കാത്തിരുന്നെത്തിയ വേനൽ മഴയിലും ഇടുക്കി ഹൈറേഞ്ചിൽ വ്യാപക നാശനഷ്ടം. മഴയ്ക്കൊപ്പം ശക്തമായുണ്ടായ കാറ്റിൽ ഒരേക്കറിലധികം വരുന്ന പാവൽത്തോട്ടം പാടെ നശിച്ചു. പ്രളയത്തിനു ശേഷം കടം വാങ്ങിയിറക്കിയ കൃഷി കൂടി നശിച്ചതോടെ കർഷകർ ആശങ്കയിലാണ്. പ്രളയത്തിലുണ്ടായ വൻ കൃഷിനാശത്തിന് ശേഷം ബാങ്ക് വായ്പയെടുത്തും കടം വാങ്ങിയുമാണ് ഹൈറേഞ്ചിലെ തന്നാണ്ട് കർഷകർ കൃഷി പുനരാരംഭിച്ചത്. ഇത്തവണ മോശമില്ലാത്ത വില പാവലിന് ലഭിച്ചതും കർഷകർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായെത്തിയ മഴയിലും കാറ്റിലും കർഷക പ്രതീക്ഷകൾ തകിടം മറിഞ്ഞു. ശക്തമായ കാറ്റിൽ രാജാക്കാട് പഴയ വിടുതിയിലെ ഏക്കർ കണക്കിന് പാവൽത്തോട്ടമാണ് നശിച്ചത്. ലക്ഷങ്ങൾ മുടക്കിയാണ് ഈ പാവലിട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം പാട്ടത്തിനെടുത്ത് പണി പാട്ട പൈസ, ഈ നമ്മുടെ പണിക്കാശ്, കൂലി ചിലവ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനെ ഒരു ശരിക്കും പറയാൻ കര കയറണമെങ്കിൽ ഭയങ്കര ലക്ഷങ്ങൾ ഞങ്ങൾക്ക് ബാധ്യതയായിട്ട് മാറിയേക്കാണ്. വിളവെടുപ്പ് ആരംഭിച്ച സമയത്താണ് പാവൽ നശിച്ചത്. ആഴ്ചയിൽ 600 കിലോയോളം വിളവ് ലഭിച്ചിരുന്നെന്നാണ് കണക്ക്. ബാങ്ക് വായ്പയുടെ തിരിച്ചടവും മറ്റ് ചിലവുകളും മുന്നോട്ടു പോയിരുന്നതും ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ്. നിലവിൽ കൃഷി നശിച്ചതോടെ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് ഈ കർഷകർ. ന്യൂസ് 18 രാജാക്കാട്. ജലക്ഷാമത്തിന്റെ പിടിയിലാണ് തിരുവനന്തപുരം ജില്ലയുടെ തീരദേശ പ്രദേശമായ വക്കം. ഇവിടുത്തെ ജലസ്രോതസ്സുകളിലൊന്നായ വെളിവിളാകം ചിറ കാട് കയറി നശിച്ചിട്ടും അധികൃതർ കണ്ടമട്ടില്ല. കടുത്ത വേനലിൽ പോലും ജലസമൃദ്ധമായ ചിറയാണ് നാശത്തിന്റെ വക്കിലായത്. കടുത്ത വേനലിലും വെളിവിളാകം ചിറ ജലസമൃദ്ധമാണ്. കഴിഞ്ഞ വേനലിലും നാട്ടുകാർ ആശ്രയിച്ചത് ഈ ചിറയെ ആയിരുന്നു. എന്നാൽ ഇക്കുറി ചിറ ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. പായൽ മൂടി ചതുപ്പായ ചിറ മാലിന്യവാഹിയായി നിലകൊള്ളുകയാണ്. നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് വക്കം ഗ്രാമപഞ്ചായത്ത് ഹരിത കേരളം പദ്ധതിയിൽപ്പെടുത്തി ചിറ ശുചീകരിക്കാൻ 25,000 രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ശുചീകരണം നടന്നില്ല. ദയനീയമായി പറയട്ടെ, ഈ കുളം ഇപ്പോൾ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ദയവായി അധികാരികൾ ഇത് ശ്രദ്ധപ്പെടുത്തി ഈ കുളം നാട്ടുകാർക്കും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ വളരെ വരൾച്ചയും എല്ലാം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ നടത്തിവരുന്ന പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കുളം പരിപൂർണമായും പണ്ടത്തെ പോലെ തന്നെ ക്ഷേത്രത്തിനും അതിനോടൊപ്പം തന്നെ നാട്ടുകാർക്കും മറ്റെല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. മൈനർ ഇറിഗേഷൻ പദ്ധതിയിലൂടെ കുളം ശുചീകരിക്കാൻ കരാർ നൽകിയെങ്കിലും പൂർത്തീകരിച്ചില്ല. വെളിവിളാകം ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾക്കും ഈ ചിറയെയാണ് ആശ്രയിച്ചിരുന്നത്. വേനൽ ആരംഭിക്കുമ്പോൾ തന്നെ ഈ മേഖലയിൽ ജലക്ഷാമം രൂക്ഷമാകും. എത്രയും വേഗം ചിറ ശുചിയാക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 വക്കം. കല്ലാർകുട്ടി അണക്കെട്ടിൽ നാളെ മുതൽ ബോട്ട് സർവീസ് തുടങ്ങും. കോന്നത്തടി പഞ്ചായത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകളെ പൂർണ്ണമായി വിനിയോഗിക്കും വിധമാണ് അണക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. വൈദ്യുതി വകുപ്പ്, ഹൈഡർ ടൂറിസത്തിന്റെയും മുതിരപ്പുഴ ടൂറിസം ഡെവലപ്മെന്റ് ആൻഡ് കൾച്ചറൽ സെന്ററിന്റെയും സംയുക്ത സഹകരണത്തിലാണ് കല്ലാർകുട്ടി അണക്കെട്ടിൽ ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. 1 വർഷം മുമ്പ് ബോട്ട് സർവീസിനായുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ സർവീസ് ആരംഭിക്കുന്നത് വൈകി. നാളെ രാവിലെ 10 മണിക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി ബോട്ട് സർവീസിന്റെയും വിവിധ ടൂറിസം പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിക്കും. കൊന്നത്തടി പഞ്ചായത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലാണ് പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുള്ളതെന്ന് കൾച്ചറൽ സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഫെഡൽ ബോട്ടുണ്ട്, അതുപോലെ തന്നെ ഹൈജാക്ക് ഉണ്ട്, കൊട്ടവഞ്ചിയുണ്ട്. ഇനിയിപ്പോൾ സോളാറിൻ്റെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഒരു ബോട്ട് കൂടി 2 ദിവസത്തിനകം എത്തും. പിന്നീട് വിവിധ തരത്തിലുള്ള ബോട്ടുകൾ KCB ബന്ധപ്പെട്ട് തന്നെ ഹൈഡൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് തന്നെ തരുന്നതിനുള്ള സംവിധാനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. സർവീസിന് ആവശ്യമായ ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ആദ്യഘട്ട സർവീസിനുള്ള ബോട്ടുകളും അണക്കെട്ടിലെത്തിച്ചിട്ടുണ്ട്. ബോട്ട് സർവീസിന് പുറമെ ഫാം ടൂറിസം, ട്രക്കിംഗ്, അഡ്വഞ്ചർ ടൂറിസം തുടങ്ങിയവയും നടപ്പിലാക്കും. കല്ലാർകുട്ടിയിൽ ബോട്ട് സർവീസ് ആരംഭിക്കുന്നതോടെ ദേശീയപാത 185 സഞ്ചരിക്കുന്ന സഞ്ചാരികൾക്ക് മൂന്നാറിലേക്കുള്ള യാത്രയിൽ പുതിയൊരു ഇടത്താവളമാകും. ന്യൂസ് 18 കല്ലാർകുട്ടി. ജാമ്യം നിന്നതിന്റെ പേരിൽ കിടപ്പാടം ജപ്തി ചെയ്യപ്പെട്ട കളമശ്ശേരി സ്വദേശിനി പ്രീത ഷാജിക്ക് വൈകാതെ വീട് തിരികെ ലഭിക്കും. നിയമ പോരാട്ടത്തിലൂടെയും നീണ്ട സമരത്തിലൂടെയുമാണ് പ്രീതയുടെ കിടപ്പാടം തിരികെ പിടിച്ചത്. വനിതാ ദിനത്തിൽ ഓർക്കേണ്ടത് തന്നെയാണ് പ്രീത ഷാജിയുടെ സമരം. പ്രതിസന്ധികൾ തുടങ്ങുന്നതിന് മുൻപ് ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു പ്രീത ഷാജി. ബന്ധുവിന്റെ ചതിയിൽ വസ്തുവകകൾ ബാങ്കിന്റെ കൈവശമാകുമ്പോഴാണ് അവർ സമരമുഖം തുറന്നത്. സർഫാസി വിരുദ്ധ പ്രസ്ഥാനവും ഒപ്പം ചേർന്നതോടെ പോരാളികളുടെ മുന്നണിയായി മാറി. വീടിന് മുന്നിൽ തന്നെ ചിതയൊരുക്കി പ്രീത സമരമിരുന്നു. മന്ത്രി ഉൾപ്പെടെ നടത്തിയ മധ്യസ്ഥ ചർച്ചകൾ,
ദിവസങ്ങൾ നീണ്ടുനിന്ന ഉപവാസം, നിരന്തര സമരങ്ങൾ, പോലീസ് നടപടികൾ, ഒടുവിൽ ഹൈക്കോടതിയിൽ നേരിട്ടെത്തി വിശദീകരണം. എല്ലാറ്റിനും മുന്നിൽ പ്രീത ഷാജി എന്ന വീട്ടമ്മ തന്നെയായിരുന്നു. എല്ലാം കൈവിട്ടു പോകുമെന്ന് കരുതിയ ചില നിമിഷങ്ങളുണ്ടായിരുന്നുവെന്ന് പ്രീത പറയുന്നു. ജപ്തിയുടെ വിഷയം തന്നെയാണെങ്കിലും പാവപ്പെട്ട ഒരു വീട്ടമ്മയ്ക്ക് ഇതുപോലൊരു ദുരിതം വരരുത്. ഇപ്പം ഞാൻ തന്നെ 24 വർഷം കഴിഞ്ഞപ്പോൾ ഇത് 25ാമത്തെ വർഷമാണ്. ദുരിതം മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. ഈ ഒരാൾക്ക് ജാമ്യം നിന്നതിൻ്റെ പേരിൽ എൻ്റെ കുടുംബം മുഴുവനും, അത് മക്കളുടെ ജീവിതം, ഭാവി, അതെല്ലാം ഭയങ്കര ഒരു കഷ്ടപ്പാടിലായിരുന്നു ഞങ്ങൾ ജീവിച്ചത്. അപ്പോൾ അത് ഓർക്കുമ്പോൾ നമുക്ക് എപ്പോഴും സങ്കടമുണ്ട്. നമ്മൾ ആ ജീവിതം മുഴുവൻ പോയി. വീട് ഒഴിഞ്ഞു കൊടുക്കുമ്പോഴും കരച്ചിലൊതുക്കി വീടിന് സമീപം കുടിൽ കെട്ടി കാവലിരുന്നു അവർ. പലരിൽ നിന്നായി സ്വീകരിച്ച വായ്പയും സംഭാവനയുമെല്ലാം ചേർത്ത് കോടതിയിൽ തുക തിരികെ അടച്ച് കാര്യങ്ങളിപ്പോൾ അനുകൂലമാകുമ്പോൾ സമരമുഖത്ത് മറ്റുള്ളവർക്കായി ഇനിയും തുടരുമെന്ന് പ്രീതയുടെ സാക്ഷ്യം. തന്റെ കിടപ്പാടം അന്യായമായി ജപ്തി ചെയ്യപ്പെട്ട് പോകാതിരിക്കാൻ തികച്ചും സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ സമരം നടത്തിയത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളോടാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾക്കപ്പുറവും അടയാളപ്പെടുത്താവുന്നതാണ് ഇവരുടെ സമരവും നിശ്ചയദാർഢ്യവും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംദാസിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. വനിതാ ദിനത്തിൽ പുതിയ ദൌത്യം ഏറ്റെടുത്ത് കോഴിക്കോട് കേന്ദ്രമായ പെൺകൂട്ടായ്മ. തൊഴിലിടത്തിൽ ഇരിപ്പിടം നൽകണം എന്ന ഉത്തരവുണ്ടായിട്ടും നടപ്പിലാക്കാത്ത തൊഴിൽ ഉടമകൾക്കെതിരെയാണ് കോഴിക്കോട് സ്വദേശി വിജിയുടെ നേതൃത്വത്തിലുള്ള പെൺകൂട്ടിന്റെ സമരം. തൊഴിൽ മേഖലകളിൽ നേരിട്ടെത്തി ബുദ്ധിമുട്ടുകൾ വിലയിരുത്താനാണ് പെൺകൂട്ടിന്റെ നീക്കം. വസ്ത്രശാലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് ഇരിപ്പിടമൊരുക്കാനുള്ള പോരാട്ട വഴിയിലാണ് വിജിയെയും പെൺകൂട്ടിനെയും രേഖപ്പെടുത്തുന്നത്. മിഠായി തെരുവിലെ തയ്യൽ തൊഴിലാളിയായ വിജിയുടെ നേതൃത്വത്തിൽ 2014 നടത്തിയ ഇരിക്കൽ സമരം വസ്ത്രശാലകളിൽ സ്ത്രീകൾക്ക് ഇരിപ്പിടമൊരുക്കണമെന്ന സർക്കാർ ഉത്തരവിന് വഴിവെച്ചു. ലോകത്തെ സ്വാധീനിച്ച 100 പേരെ BBC തെരഞ്ഞെടുത്തപ്പോൾ അതിൽ വിജിയും ഉൾപ്പെട്ടു. സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇരട്ട ചൂഷണം അനുഭവിക്കുന്ന സ്ത്രീ തൊഴിലാളികൾ ഇരട്ട ചൂഷണം അനുഭവിക്കുന്നവരാണ്. അത് സ്ത്രീ എന്ന നിലയ്ക്കും തൊഴിലാളി എന്ന നിലയ്ക്കും സ്ത്രീകൾക്ക് അന്തസ്സും അഭിമാനത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണം എന്നൊക്കെ രീതിയിലുള്ള നിയമമാണ് ഭേദഗതി ചെയ്തത്. അത് വളരെ സ്വാഗതാർഹമാണ്. ഇരിപ്പിട ഉത്തരവ് നടപ്പാക്കാൻ ഇനിയും പല സ്ഥാപന ഉടമകളും തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ നേരിട്ടെത്തി ബുദ്ധിമുട്ടുകൾ വിലയിരുത്താനുള്ള നീക്കമാണ് വനിതാ ദിനം മുതൽ പെൺകൂട്ട് നടത്തുന്നത്. അനുഭവിക്കണു എന്ന് ഇവർ വെറുതെ പരസ്യത്തിൽ പറഞ്ഞാൽ പോലെ തൊഴിലാളികൾ പറയണം, ഇത് യഥാർത്ഥ തൊഴിലാളികൾ പറയണം ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നുണ്ട്. അതുവരെ ഞങ്ങൾ പോരാട്ടം തന്നെയായിരിക്കും. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിലെ സ്ത്രീകൾക്ക് പ്രത്യേകം ശുചിമുറികൾ ഒരുക്കുന്നതിന് 2010 നടന്ന സമരം, 2013 കൂപ്പൺ മാളിലെ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിച്ചതിനെതിരായ സമരം എന്നിവ പെൺകൂട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു നടന്നത്. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വനിതകളെ ആദരിച്ച് കുസാറ്റ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ. കുസാറ്റിലെ വനിതാ പഠന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആണ് വുമൺ ഓഫ് വിൽ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച വനിതകൾ, പദവിൽ നിന്ന് മാറി തങ്ങളുടേതായ ഇടം സമൂഹത്തിൽ കണ്ടെത്തിയവർ, ഇത്തരത്തിൽ തിരഞ്ഞെടുത്ത 6 വനിതകളെ ആദരിച്ചുകൊണ്ടാണ് കുസാറ്റിലെ വനിതാ പഠന വിഭാഗം വിദ്യാർത്ഥികൾ വനിതാ ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മത്സ്യബന്ധനത്തിന് ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിതയായ രേഖ കാർത്തികേയൻ, മത്സ്യബന്ധന കപ്പലിൽ പ്രവർത്തിക്കുന്ന ഹരിത, വാച്ച് മെക്കാനിക്കായ ലിസ ജോയി, ഓട്ടോ ഡ്രൈവറും ചെണ്ട കലാകാരിയുമായ ഷീജ പ്രഭാകരൻ, ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥി ദയാ ഗായത്രി, ഓരോരുത്തരും ജീവിതാനുഭവങ്ങൾ സ്വയം പങ്കുവച്ചു. ഒരു വനിതാ ഓട്ടോ സെൽഫി എടുക്കണം. അപ്പോൾ ഒരുപാട് പ്രവേശന വിദ്യാർത്ഥികൾ സെൽഫി എടുക്കും. അതെനിക്ക് വളരെ സന്തോഷം തന്നൊരു കാര്യമുണ്ട്. നടി പൗളി വിൽസൺ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. ചില സ്വപ്നങ്ങൾ സഫലമാകാതെ നമ്മോടൊപ്പം മണ്ണോട് ചേരും. ചിലത് അപ്രതീക്ഷിതമായി സാക്ഷാത്കാരത്തിലെത്തും. കേരളത്തിന്റെ പഠനമുത്തശ്ശിക്കുമുണ്ട് പറയാനും ഓർത്തുവെക്കാനും അഭിമാനമുള്ള ഒരു കഥ. 98-കാരി കാർത്യായനി മുത്തശ്ശിയെ നമുക്കെല്ലാം ഇന്നറിയാം. പഠിക്കാനുള്ള ആഗ്രഹത്തിന് അതിരുകളില്ലെന്ന് തെളിയിച്ച തുല്യതാ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ മുത്തശ്ശി. പക്ഷേ പഠനം നിഷേധിക്കപ്പെട്ട പാവപ്പെട്ടവന്റെ ബാല്യം ഈ അമ്മയ്ക്കുമുണ്ടായിരുന്നു. കുടിപ്പള്ളിക്കുടത്തിൽ ആശാനായിരുന്നിട്ടും അച്ഛനിൽ നിന്നും അക്ഷരമറിയാതെ പോയ ഒരു പെൺബാല്യം. 5-8 പെൺപിള്ളേരായിരുന്നു ഞങ്ങള്. അപ്പൊ പിന്നെ ആര് പഠിപ്പിക്കാന്?
നിങ്ങളുടെ അച്ഛൻ പോയി ജോലി എടുത്താൽ അന്നൊക്കെ 4 ഏക്കറവാണ്. 4 ഏക്കറ കിട്ടിയാൽ 6-7 പാത്രത്തി പിന്നെ അരി വാങ്ങിച്ചുകൊണ്ട് വന്ന് കഞ്ഞി വെച്ചാൽ ഓരോ തവി തരും. ഞങ്ങൾക്ക് എന്താ ആവാനാ? അപ്പം ഞങ്ങൾ പോകത്തില്ല ഒരു ദിവസം. അച്ഛൻ കൃഷ്ണപിള്ള 6 പെൺമക്കളുടെ വയർ നിറക്കാനായി പണമുള്ളവന്റെ മക്കളെ വിദ്യ പഠിപ്പിക്കാൻ ഇറങ്ങിയപ്പോൾ 1/2 കിലോ മരച്ചീനിയെങ്കിലും അന്നത്തിനായി കണ്ടെത്താൻ 6 കുഞ്ഞുങ്ങളും അമ്പലപ്പറമ്പുകളിൽ മാറി മാറി പണിയെടുത്തു. പടിവാതിലിന് മുന്നിലൂടെ സ്കൂളിലേക്ക് കടന്നുപോകുന്ന കൂട്ടുകാരെ കണ്ട് കാർത്യായനി കണ്ണീർ വാർത്തു. ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. ഓരോരുത്തർ പള്ളിക്കുടത്തിൽ പോയി വരുമ്പം ബുക്ക് കൊണ്ട് 4 മണിക്കൊക്കെ വരുമ്പം നമുക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. വീട്ടിൽ വന്നാൽ ഇരുന്നങ്ങ് കരി. ഒടുവിൽ ബാല്യത്തിന് തുല്യമായി വാർദ്ധക്യമെത്തിയപ്പോൾ കാലം കടം വീട്ടിയതുപോലെ കാർത്യായനി മുത്തശ്ശി ലോക വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ നെറുകയിൽ മുത്തമിട്ടു. ബ്രിട്ടീഷുകാരെ മുട്ടുകുത്തിക്കാൻ ഇന്ത്യൻ ജനതയോട്. പാഠം 4. അതിരില്ലാത്ത വെള്ളത്തിന് എതിരുണ്ടോ? ശരിയാണ്, അതിരുകളില്ലാത്ത സ്വപ്നത്തിന് എതിരുണ്ടാവില്ലെന്ന് ഈ 98-കാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗൽശ്ശേരിക്കൊപ്പം ഹരിപ്പാട് മുട്ടത്തു നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരിയാണ്, നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഫ്രണ്ടിലോട്ട് വരാനുള്ളൊരു ഇതൊന്നും കിട്ടുന്നില്ല. അതിപ്പോൾ മേ ബി പലപ്പോൾ ശബരിമലയുടെ പ്രശ്നം വന്നു, അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ അവഗണന വരുന്നത്. പക്ഷേ സ്ത്രീകളെല്ലാവരും കൂടി ഒന്ന് ഒത്തുപിടിക്കണം. ഇതിപ്പോൾ ഒരു സ്ത്രീ ഒരു പൊതുവെ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും മറ്റൊരു സ്ത്രീ ചിലപ്പോൾ മറുത്തായിരിക്കും പറയാം. പക്ഷെ അങ്ങനെ പാടില്ല. സ്ത്രീകളെല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഏത് പൊതുരംഗത്ത് അവർക്ക് ജയിക്കാൻ പറ്റും. ഇനി കാർഷിക കേരളം. പാരമ്പര്യ നെൽവിത്തുകളുടെ പ്രദർശനവും വിൽപ്പനയുമായി കൈനീട്ടം കാർഷിക പ്രദർശന മേളയും ശില്പശാലയും സംഘടിപ്പിച്ചു. പാലക്കാട് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മേളയിൽ നാടൻ നെൽവിത്ത് വാങ്ങാനും വിൽക്കാനുമുള്ള അവസരമൊരുക്കി. പാരമ്പര്യ വിത്തിനങ്ങൾ സംരക്ഷിക്കുന്നതിന് പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം പ്രത്യേക പദ്ധതികൾ നടത്തിവരുന്നുണ്ട്. നാടൻ നെല്ലിനങ്ങൾ കൃഷി ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കർഷകരെയും സംഘടനകളെയും ഒരുമിപ്പിക്കുകയാണ് മേളയിലൂടെ ലക്ഷ്യമിടുന്നത്. വിത്തുകളും അറിവുകളും പരസ്പരം കൈമാറുന്നതിനുള്ള വേദി കൂടിയായി കൈനീട്ടം മേള മാറി. മുഹമ്മദ് മുഹസിൻ MLA മേള ഉദ്ഘാടനം ചെയ്തു. ഈ കാർഷിക ഗവേഷണ സ്ഥാപനം നമ്മുടെ RARS നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വിത്തിനങ്ങൾ ഏതാണ്ട് 34 ഞാൻ മനസ്സിലാക്കുന്നത്. അത്രത്തോളം പരമ്പരാഗത വിത്തനങ്ങൾ ശുദ്ധീകരിച്ച് സൂക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ RARS പ്രവർത്തിച്ചു. ഗവേഷണ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന അക്കാദമിക് ബ്ലോക്കിന്റെയും പയർവിള സംരക്ഷണ കേന്ദ്രത്തിന്റെയും ശിലാസ്ഥാപനം ചടങ്ങിൽ നടന്നു. ഇത് പ്രധാനമായിട്ടും ജനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നാട്ടിൽ അന്യം നിന്ന് പോകാത്ത നാടൻ ജനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏകദേശം 7 സ്റ്റാളുകളാണ് നമുക്കുള്ള ഹെക്സഗണൽ വൈക്കോൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള 7 സ്റ്റാളുകൾ. വിവിധ നെൽവിത്തുകൾ, അവ കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, വിവിധ പച്ചക്കറി വിത്തുകൾ, അവയ്ക്ക് ഉപയോഗിക്കുന്ന ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ, പച്ചക്കറി തൈകൾ, കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകൾ തുടങ്ങിയവ പ്രദർശനത്തിന് സജ്ജമാക്കിയിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും മട്ടുപ്പാവിൽ കൃഷി ചെയ്യുകയാണ് ഗുരുവായൂർ സ്വദേശി കുഞ്ചുവും ഭാര്യ ലീലയും. റിട്ടയർഡ് ദേവസ്വം ബോർഡ് ജീവനക്കാരനായ ഇദ്ദേഹം വിശ്രമജീവിതം കൃഷിക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. പച്ചമുളക്, തക്കാളി, ക്യാബേജ്, വഴുതനങ്ങ, ചേന, വെണ്ട, പടവലം, പാവയ്ക്ക, പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ നീളുന്നു കുഞ്ചുവിന്റെ തോട്ടത്തിലെ കാർഷിക വിളകളുടെ ലിസ്റ്റ്. തോട്ടം ടെറസിന് മുകളിലെ ചുരുങ്ങിയ സ്ഥലത്താണ് എന്നതാണ് പ്രത്യേകത. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും സ്വന്തമായി കൃഷി ചെയ്യുക എന്നത് തന്നെയാണ് ഈ ദമ്പതികളുടെ ലക്ഷ്യം. വിഷാംശം കലരാത്ത ജൈവകൃഷി ഉപയോഗിച്ചാൽ നമുക്ക് ആയുസ്സും ആരോഗ്യം കൂടുതലുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തന്നെയല്ല, ഇതൊരു വ്യായാമം കൂടിയാണിത് ഈ കൃഷി ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞ് കൂടുതലുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. മട്ടുപ്പാവിലെ പച്ചക്കറി തോട്ടത്തിന് ഗുരുവായൂർ നഗരസഭയുടെ മികച്ച കർഷകനുള്ള അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചു. വിഷാംശം കലരാത്ത ഭക്ഷണം കഴിക്കാനും മറ്റുള്ളവർക്ക് നൽകാനുമാണ് കൃഷിയെന്നും ആരോഗ്യമുള്ള കാലത്തോളം ഇത് തുടരണമെന്നുമാണ് ആഗ്രഹമെന്നും ഇവർ പറയുന്നു. ന്യൂസ് 18 ഗുരുവായൂർ. മാലിന്യ നീക്കം സ്തംഭിച്ചതോടെ കടുത്ത ദുരിതത്തിലാണ് പാലക്കാട് നഗരവാസികൾ. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടിച്ചതിനെ തുടർന്ന് ഇവിടെ വീണ്ടും മാലിന്യങ്ങൾ കൊണ്ടുവരുന്നത് പ്രദേശവാസികൾ എതിർത്തതാണ് പ്രതിസന്ധിക്ക് കാരണം.
ഫെബ്രുവരി 19 മുതൽ പാലക്കാട് നഗരത്തിൽ മാലിന്യ നീക്കം നിലച്ചിരിക്കുകയാണ്. കൂട്ടുപാതയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് നഗരസഭയ്ക്ക് പുറത്ത് കൊടുമ്പ് പഞ്ചായത്തിലാണ്. സംസ്കരണ കേന്ദ്രത്തിൽ തീപിടിച്ചതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. പഞ്ചായത്ത് അധികൃതരും നഗരമാലിന്യം കൊണ്ടുവരുന്നതിനെ എതിർത്തു. ഇതോടെ നഗരത്തിലെ റോഡിന്റെ വശങ്ങൾ മാലിന്യ കൂമ്പാരമായി. വീടുകളിലും ഫ്ളാറ്റുകളിലും മാലിന്യം നിറഞ്ഞതോടെ നഗരവാസികൾ പ്രതിഷേധവുമായി നഗരസഭയ്ക്ക് മുന്നിലെത്തി. ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 75ഓളം ടൺ മാലിന്യങ്ങൾ ഈ അപ്പാർട്ട്മെന്റുകളിൽ കെട്ടിക്കിടക്കുകയാണ്. അതെല്ലാം പുഴു അരിച്ച് നാറി പരിസരവാസികൾക്ക് പോലും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ക്രൂഷ്യലായിട്ടുള്ളതായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിരിക്കുന്നു. മാലിന്യ നീക്കം നിലച്ചത് ഇവ ശേഖരിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകരെയും പ്രതിസന്ധിയിലാക്കി. മാലിന്യങ്ങൾ വാഹനങ്ങളിൽ നിന്നും ഇറക്കാൻ കഴിയാതെ വലഞ്ഞ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഈ 16 ദിവസമായിട്ട് ഞങ്ങളുടെ വീട്ടുകളിലാണ് ഈ മാലിന്യങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ഇടാനും ഒന്നും സംവിധാനമില്ല. പിന്നെ വീട്ടുകളിൽ നിന്നും കടകളിൽ നിന്നും നിരന്തരം വിളിച്ചുകൊണ്ട് ഞങ്ങളെ ശല്യപ്പെടുത്തുകയാണ്. ഞങ്ങൾ പറയും നിങ്ങൾക്ക് ഞങ്ങൾ പൈസ തരുന്നുണ്ട്, അത് നിങ്ങൾ കൊണ്ടുപോയേ പറ്റൂ, എവിടെ ഇടുന്നത് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ചോദിച്ചാൽ അവിടെ സംവിധാനം ഒന്നും ആയിട്ടില്ല, ചർച്ച കഴിഞ്ഞിട്ടില്ല. ചർച്ച ഇന്ന് കഴിയും, നാളെ കഴിയുമ്പോൾ 3 പ്രാവശ്യമായിട്ട് ചർച്ച പറയല്ലാണ്ട് ചർച്ചന്റെ ഒരു നടപടി എടുക്കുന്നില്ല. നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് വീണ്ടും മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിന് അനുമതി ലഭിക്കാൻ പഞ്ചായത്തുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും ഒത്തുതീർപ്പായില്ല. മാലിന്യ നീക്കം ഇനിയും വൈകിയാൽ പാലക്കാട് നഗരം രോഗങ്ങളുടെ പിടിയിലാകുമെന്നും ആശങ്കയുണ്ട്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം കല്ലമ്പലം നെല്ലിക്കുന്ന് ക്രഷർ യൂണിറ്റുകളിൽ സംയുക്ത സമരസമിതിയുടെ അനിശ്ചിതകാല സമരം. അനധികൃത വില വർധനവിനെതിരെ തുടങ്ങിയ സമരം 7 ദിവസം പിന്നിട്ടിട്ടും അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. കല്ലമ്പലം കരവാരം വില്ലേജിലെ നെല്ലിക്കുന്നിൽ പ്രവർത്തിക്കുന്ന 5 ക്രഷർ യൂണിറ്റുകൾക്കെതിരെയാണ് പ്രതിഷേധം തുടങ്ങിയത്. ഉൽപ്പന്നങ്ങൾക്ക് അനധികൃതമായി വില വർദ്ധിപ്പിക്കുന്നുവെന്നാരോപിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം തുടങ്ങിയത്. CITU, BMS, INTUC തൊഴിലാളി സംഘടനകൾ സംയുക്തമായാണ് രാപ്പകൽ സമരം നടത്തുന്നത്. ഈ മാസം 1-ാം തീയതി മുതലാണ് സമരം തുടങ്ങിയത്. സമരം തുടങ്ങിയ ദിവസം മുതൽ ക്രഷർ യൂണിറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നില്ലെങ്കിലും മാനേജ്മെന്റ് ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ലെന്നാണ് സമരാനുകൂലികളുടെ ആരോപണം. പെട്ടെന്ന് ഒരു ലോഡിന്റെ പുറത്ത് 1500 രൂപ അധികം വരുമ്പോൾ അത് തരാൻ കോൺട്രാക്ടേഴ്സ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ 1500-2000 രൂപ വരെ അടുപ്പിച്ച് ഉള്ള ഒരു നഷ്ടം കോറി തൊഴിലാളികൾക്ക്, ഡ്രൈവേഴ്സിന്, ടിപ്പർ ഉടമകൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല. ജില്ലയിൽ വില ഏകീകൃതമാണെന്ന് കളക്ടറുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. അനധികൃത മൈനിംഗ് നടത്തിയതിന് സർക്കാർ പിഴ ചുമത്തിയ 6 കോടിയോളം രൂപ ജനങ്ങളിൽ നിന്നും പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ക്വാറി മാനേജ്മെന്റ് നടത്തുന്നത് എന്നാണ് സമരക്കാരുടെ ആരോപണം. നിലവിൽ ഒരു ലോഡിന് 1500 രൂപയാണ് ഉയർത്തിയത്. ഒറ്റയടിക്ക് വില കൂട്ടുകയാണ് ചെയ്തത്. അതിനുള്ള സമരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളെ ബാധിക്കുന്ന തരത്തിൽ അനധികൃതമായി ഉയർത്തിയ വില കുറയ്ക്കണമെന്നും ജില്ലയിലെ ഏകീകൃത വില ഈടാക്കണമെന്നുമാണ് സംയുക്ത സമരസമിതിയുടെ ആവശ്യം. വിഷയവുമായി ബന്ധപ്പെട്ട് സമരക്കാർ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കല്ലമ്പലം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹ ഫോട്ടോ എടുക്കാനും ഇനി മുതൽ പണം അടയ്ക്കണം. 2 വീഡിയോഗ്രാഫർമാർക്കും 2 സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാർക്കും കൂടി 500 രൂപയാണ് ദേവസ്വത്തിൽ അടയ്ക്കേണ്ടത്. വിവാഹത്തിന് 250 രൂപയാണ് നിലവിൽ ദേവസ്വം ഈടാക്കുന്നത്. ഇതിനു പുറമെ വിവാഹം ചിത്രീകരിക്കാൻ 500 രൂപ കൂടി ഇനി ദേവസ്വത്തിൽ അടയ്ക്കണം. ദേവസ്വം ബോർഡ് നൽകുന്ന ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ പകർത്താനാകൂ. 4500 രൂപയടച്ച് നെയ്വിളക്ക് നടത്തിയാൽ 5 പേർക്ക് വരി നിൽക്കാതെ നേരിട്ട് ദർശനം നടത്താമെന്ന തീരുമാനം കഴിഞ്ഞ ഭരണസമിതി നടപ്പാക്കിയിരുന്നു. എന്നാൽ ഈ ഭരണസമിതി നിലവിൽ വന്നപ്പോൾ 1000 രൂപയുടെ നെയ്വിളക്ക് കത്തിച്ചാൽ ഒരാൾക്ക് നേരിട്ട് ദർശനം എന്നാക്കി. ചില വഴിപാട് നിരക്കുകൾ ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചതിനാൽ ദേവസ്വത്തിനെതിരെ പ്രതിഷേധവുയർന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ തീരുമാനം. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മൊബൈൽ ഫോട്ടോഗ്രാഫി ഒഴിവാക്കണമെന്ന അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തീരുമാനം എടുത്തതെന്നാണ് ദേവസ്വം ഭാരവാഹികളുടെ വിശദീകരണം. ന്യൂസ് 18 ഗുരുവായൂർ. അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പൊന്നാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് OP ബ്ലോക്ക് നിർമ്മാണം തുടങ്ങി. ത്രിതല പഞ്ചായത്തുകൾ സംയുക്തമായാണ് ഫണ്ട് അനുവദിച്ചത്. ഇതോടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷ. ചീക്കോട്, വാഴക്കാട്, മുതുവല്ലൂർ പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ഏക ആശ്രയമാണ് പൊന്നാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം. കിടത്തി ചികിത്സയടക്കമുള്ള ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് രോഗികളെ ദുരിതത്തിലാക്കിയിരുന്നു. പരിശോധന ഒരു സ്ഥലത്തും ലാബും മരുന്ന് വിതരണവുമെല്ലാം മറ്റൊരു കെട്ടിടത്തിലുമായിരുന്നു. പുതിയ OP കെട്ടിടം വരുന്നതോടെ ഇതിനെല്ലാം പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി മുൻകൈ എടുത്തിട്ട് ഏകദേശം 60 ലക്ഷത്തോളം രൂപ പദ്ധതിക്ക് നീക്കിവെക്കും. നമ്മളെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഒരു ഭാഗത്ത്, അതേപോലെ മരുന്ന് വെക്കുന്ന വേറെ സ്ഥലത്ത്, അങ്ങനെ എല്ലാം കൂടിയും സംയുക്തമായിട്ട് ഒരു കുടക്കീഴിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സംയുക്തമായിട്ട് വലിയൊരു പദ്ധതിയാണ് ഇവിടെ രൂപം കൊള്ളാൻ പോകുന്നത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി 65 ലക്ഷം രൂപയാണ് കെട്ടിടത്തിനായി അനുവദിച്ചത്.
കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ PK കുഞ്ഞാലിക്കുട്ടി MP നിർവഹിച്ചു. കെട്ടിടം പൂർത്തിയാകുന്നതോടെ നിലവിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകുന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 അരീക്കോട്. കലയുടെ വേറിട്ട കാഴ്ചയൊരുക്കി മിനിയേച്ചർ ബിനാലെ. കൊട്ടാരക്കര പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും കലാകാരും ചേർന്നാണ് ബിനാലെ ഒരുക്കിയത്. സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബായ ഇൻഗാലയുടെ നേതൃത്വത്തിലാണ് ബിനാലെ സംഘടിപ്പിച്ചത്. 12 തരം ഇൻസ്റ്റലേഷനുകളാണ് ബിനാലയിൽ ഒരുക്കിയത്. പാഠ്യവിഷയങ്ങൾക്ക് പുറമെ സാമൂഹിക വിഷയങ്ങളും കുട്ടികളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. ബിനാലയുടെ ഒരു ആശയം എന്താണ് എന്നൊക്കെ പരിചയപ്പെടുത്താൻ, അപ്പം കലയുടെ ഒരു കാഴ്ച ഇവിടെ നമുക്ക് പുനർനിർമ്മിക്കപ്പെടാമെന്നുള്ള നമ്മളുടെ ഒരു ചിന്തയിൽ നിന്നുമാണ് ഇങ്ങനെ ഒരു ആശയം വന്നത്. കുട്ടികളുടെ മനസ്സിലുള്ള ആശയങ്ങൾ ഞങ്ങൾ എടുത്ത് അവരുടെ മുന്നിൽ തന്നെ ഇതുപോലുള്ള ചെറിയ ഇൻസ്റ്റലേഷനിലൂടെ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രദർശനം വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. ഞങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നി. കാരണം ഞങ്ങളുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഗ്രൈൻഡറും അങ്ങനെ ഇതൊക്കെയാണ്. അപ്പോൾ ഇത് മണ്ണെണ്ണ വിളക്ക് കാണുമ്പോൾ ശരിക്കും എന്താ പറയുക, ഒരു അത്ഭുതമാണ് തോന്നിയത്. SCRTCയുടെ ഗവേഷണാത്മക പദ്ധതിയായ റെലിഷ് ഇംഗ്ലീഷ് സമാപനത്തിന്റെ ഭാഗമായാണ് ബിനാലെ സംഘടിപ്പിച്ചത്. വരും വർഷങ്ങളിലും ബിനാലെ സംഘടിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് അധ്യാപകർ പറയുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം 9 മണി ഒറ്റനോട്ടത്തിൽ. നമസ്കാരം.